ഡാനിയുടെ സ്കൂളിൽ വന്നതാണ്. ഇന്ന് ലൂക്കയുടെ സെൻറ്റ് ഓഫ് സെറിമണിയാണ്. ഐ മീൻ 12th കഴിഞ്ഞ് അവൻ പോവുകയാണ്. അപ്പോൾ അവൻ എനിക്ക് ഒരു റോസ് കൊണ്ടുവന്ന് തന്നതാണ്. ഇത് കണ്ട എൻ്റെ സ്കൂളാണിത്. എല്ലാവരും നിൽക്കുന്നത് കണ്ട. ലൂക്കയുടെ ഗ്രാൻഡ് മദർ ദേവിക. ദേവിക എല്ലാവരും ഉണ്ട് സ്കൂളിൽ. എല്ലാവരും ഉണ്ട് ഇവിടെ. 12th ലൂക്കയുടെ മദറാണ് ക്രിസ്റ്റീന. ഷർട്ടിന് കാണിക്കണം നോക്കി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഷർട്ടിന് സ്ഥലമില്ല ഇവിടെ എഴുതാനായിട്ട്. ലൂക്കയുടെ ഗ്രാൻഡ് മദർ. ലൂക്കയുടെ മമ്മി. ഷർട്ട് മുഴുവൻ ഉണ്ടാകുന്നുണ്ട്. വലിയ കുട്ടി ആശ ലൂക്കയുടെ അമ്മൂമ്മയാണ്. ആ ഷർട്ടിലൂടെയാണ് ഞാൻ വന്നത്. ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം വെച്ചാൽ ഭയങ്കര സ്നേഹമാണ്. ആ ഷർട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. ഇത് ലൂക്കേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ ആണ്. ഞാൻ വോയിസ് ഓവർ ഇടുവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഇടാൻ നോക്കിയപ്പം ഇവിടെ മുതൽ ലൂക്കേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരൊരു ഇംഗ്ലീഷ് സോങ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരണം. അപ്പോൾ അതേ ലൂക്ക വന്നു. അവൻ എന്താണ് കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായതോടെ ഏറ്റവും സ്മാർട്ട് അവൻ തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു അവൻ. എന്താണ് എല്ലാവരെയും കയ്യിലെടുക്കാൻ നന്നായിട്ട് ഒന്നാമത് പെരുമാറാൻ നന്നായിട്ടറിയാം. നല്ല മിടുക്കൻ കുട്ടനവൻ. എന്താ ഡാനിക്കുട്ടൻ്റെ ഫ്രണ്ട് അല്ലേ. ഡാനിക്കുട്ടന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എന്നും ഇവൻ തന്നെയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്. എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ വീട്ടിൽ വരുമ്പം ആദ്യമായിട്ട് എനിക്ക് ഇവനോട് ദേഷ്യം വന്നേ. ഇവൻ കയ്യിലൊരു പടക്കവും പിടിച്ചുകൊണ്ട് പെരക്കകത്തേക്ക് വന്നിട്ട് പെരക്കകത്ത് കൊണ്ടുവന്നിട്ട് പടക്കം എറിഞ്ഞ് പൊട്ടിച്ചു. എന്നിട്ട് ടി വിയുടെ അടുത്തിരുന്നേച്ചാൽ എൻ്റെ മേക്കപ്പിൻ്റെ ബോക്സും പിന്നെ കുറേ സാധനങ്ങൾ പൊട്ടിത്തെറിച്ചു പോയി. അതുകൊണ്ട് ആദ്യം എനിക്ക് ഇവനോട് ദേഷ്യം വന്നേ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ലൊരു കുട്ടിയാണ്. കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രായത്തിലേ ഉള്ളൂ കേട്ടോ. ഇപ്പം നല്ല കുട്ടിയാണ്. നല്ല കുട്ടിച്ച് പെരുമാറാനും ആൾക്കാരോടും എല്ലാത്തിനും നല്ല മിടുക്കൻ കുട്ടനാണ്.
თქვენ ბიჭო ვაფშე მაგ საქციელის გულიზე ხელი გაქვთ ოსატყა მაგრამ არა უშავს ბოდიშითაც დაკვაყოფილდები ბრატ და ამიტომ ახლა პირდაპირ დიდი ბოდიში მოდი ნახოთ ფოთელი ტიკტოკერის ვლოგი რომეო და ჯულიეტა Kim Romeo. Kim Julieta. Kim Romeo. Mam gondro kumortu dud mivtsamaloati. Julieta no tsamalewane zgabi. Oich Kim Romeo. Keshmo chirtu muach Kim zguingiti ugui. Mushabistvis ordu chualiri. Ახლა კი წარმოგიდგენთ ცეკვა ქალაქური.
გამოდის აქ ჩვენ არასდროს დავივიწყებ სკოლის კედლებს გამოვიდეთ არასოდეს არ დავგავიმეთ ჩვენი კლასი ნამდვილის უდიდესებს იმიზნებს დაგვეკარგა მაგრამ როცა გამოცდები გვიტევს თავის კიბილს იწევს ეს დაგიწყო რა გვაქვს მიგებ ახალ ახლებს და თემა გადაგვაქვს სანამ ეს გადავდგამ აკრიტები გრაფიკს ჩვენი ნერვიულო კაკითალზე მოგადადის დაგიიყო შატალოზე წასვენელი კლასის ექსკურსია გახავა და ცოტა სრული სწავლის იდე ჩვენი ერთად ყოფნა შედეგია ამხის დაგუფეთი აკვერია მოყოლაფერს ყვაცის მაგრამ ბოლოს არის კვების მის დასასრული ჯერია გადმოგეცით ყველაფერი რაც კი დასაწერია დავასრულეთ სკოლა ახლა დამრიგებლის ჯერია ეროვნული ჩააბარეთ და კაი სუფრა ჩემზე აქ ჩვენ მოვიხურავ გარს აქ ჩვენ სწავლა გამოდის აქ ჩვენ არასდროს დავივიწყებ სკოლის კედლებს გამოდის აქ ჩვენ მოვიხურავ გარს აქ ჩვენ სწავლა გამოდის აქ ჩვენ სკოლის კედლებს გამოდის აქ ჩვენ მოვიხურავ გარს აქ ჩვენ სწავლა გამოდის აქ ჩვენ არასდროს დავივიწყებ სკოლის კედლებს გამოდის აქ ჩვენ მოვიხურავ Cars, I trade, Sawa Gamotis, I trade, യുടെ ഇന്ന് സെൻഡ് ഓഫ് ആണ് 12th അതിന് വേണ്ടി വന്നതാണ് ഡാനിയുടെ ഒരേ ഒരു ഫ്രണ്ടാണ് പരിപാടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഞാനും ആശയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകണം സ്കൂളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയേ ലൂക്ക് എനിക്ക് തന്നതാണ് എന്താണ് ഇനി ഇത് കഴിഞ്ഞ് 12th കഴിഞ്ഞ് ഇനി അവൻ ടിബ്ലിസിക്ക് പോകും അപ്പോൾ ഒത്തിരി മിസ് ചെയ്യും കാരണം ഡാനി ഇല്ലാത്തതിൻ്റെ ശരിക്കും അവനുള്ളതുകൊണ്ടായിരുന്നു കാരണം അവൻ എപ്പോഴും എന്നെ അന്വേഷിച്ച് വരും അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് എപ്പോഴും ഓടി ഓടി വരുമായിരുന്നു ഇനി അവനും കൂടി ടിബ്ലിസിൽ പോയി കഴിയുമ്പോഴാണ് ശരിക്കും മിസ് ചെയ്യാൻ പോണേ അവൻ എപ്പോഴും എന്നെ അന്വേഷിക്കും എപ്പോഴും ഓടി വരും എന്താണ് എൻ്റെ അമ്മയുടെ പോലെയാണ് അവൻ എന്തെങ്കിലും അവൻ്റെ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്നിട്ടൊരു ഒന്ന് പറയുമോ അമ്മ ഇപ്പം ഇന്ന് തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം പിള്ളേർക്ക് അപ്പം എന്താണ് വൈനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ സമ്മതിച്ചില്ല അപ്പോൾ ഉണ്ടാന്ന് പറഞ്ഞു ഓടി വന്നിട്ട് ഒന്ന് പറയുമോ പ്ലീസ് ഒന്ന് പറയുമോ ഞാൻ വൈനൊന്നും കുടിക്കില്ല ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇച്ചിരി നേരം അടിച്ച് ഒളിച്ചിട്ട് ഞാൻ വേഗം വരാം രാത്രിയാവണതിന് മുമ്പ് വരാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ക്രിസ്റ്റീനയോടൊന്ന് വിട് ഒന്ന് പറ്റുമോ അവനോ വൈനൊന്നും കുടിക്കില്ല ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കണേ അവൻ നേരത്തെ രാത്രി ആവണതിന് മുമ്പ് വരാം എന്ന് പറഞ്ഞു അവസാനം ക്രിസ്റ്റീന പറഞ്ഞു ഓക്കെ വരണ്ട ക്രിസ്റ്റീന എവിടെയാണ് റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വെച്ച് ക്രിസ്റ്റീന പോയി വിളിച്ചുകൊണ്ട് വരാം എന്നുള്ള കണ്ടീഷനിൽ അവനെ വിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടു നോക്കും നമ്മുടെ നാട്ടിലെ പോലെ അല്ല ഇത്തിരി എന്താണ് ഇവിടുത്തെ +2ൻ്റെ സെൻഡ് ഓഫ് ഒക്കെ പക്ഷെ അടിപൊളിയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു ഡാനിയുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഓടി വന്നു അതുകൊണ്ടാണ് ഞാൻ പോകണമെന്ന് ആദ്യം മടിച്ചേ കാരണം കരച്ചിൽ വരണമുണ്ട് അവൻ്റെ ക്ലാസ്മേറ്റ്സ് പിള്ളേരൊക്കെ വന്ന് അവൻ്റെ ടീച്ചേഴ്സൊക്കെ വന്ന് എല്ലാവരും പറയുന്നത് നല്ലൊരു കുട്ടിയായിരുന്നു ഭയങ്കര സ്മാർട്ടായിരുന്നു എല്ലാത്തിനും ഫസ്റ്റായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ അങ്ങ് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് കേൾക്കുമ്പോഴേ അത് ഷെയർ ചെയ്യാൻ ജോയും ഇല്ലാണ്ടായിപ്പോയി എൻ്റെ കൂടെ അതാണ് എനിക്ക് സങ്കടം കൂടുതൽ വരണേ അപ്പോൾ ശരി എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം